നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് ആർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ഏരിയ കേരള ചരിത്ര നവോത്ഥാനമാണ്. കേരള ചരിത്ര നവോത്ഥാനത്തിന്റെ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ 6 ദിവസം കഴിഞ്ഞു. അപ്പോൾ 6ാമത്തെ ദിവസത്തെ കണ്ടന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ഓക്കെ, ആദ്യം തന്നെ ഒരു പ്രസ്താവന ചോദ്യമാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. ഓപ്ഷൻ ബി, ഇന്ത്യൻ സമുദ്രാധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ പോർച്ചുഗൽ നടപ്പിലാക്കി. ഓപ്ഷൻ സി, ഇന്ത്യയിൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ്. ഓപ്ഷൻ ഡി, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ അൽമേഡയാണ്. ഈ 4 പ്രസ്താവനയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് അറിയണമെങ്കിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകൾ നമ്മൾ പഠിക്കണമല്ലോ. ഒന്നാമത്തെ വസ്തുത, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അൽബുക്കർക്കാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അത് അൽമേഡയും, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. ഈ അൽബുക്കർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുതകൾ അറിയാം? അൽബുക്കർക്കിന്റെ പ്രത്യേകത, ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മാനുവൽ കോട്ട പണി കഴിപ്പിച്ച, മറക്കല്ലേ, മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ചോദിച്ചാലും ഈ അൽബുക്കർക്കാണ്. അപ്പൊ അൽബുക്കർക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. ഇനി ഇന്ത്യൻ സമുദ്രാധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ രാജ്യം പോർച്ചുഗൽ. ആ വസ്തുത ശരിയാണ്. ഇന്ത്യയിലെ സമുദ്ര ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത് പോർച്ചുഗലാണ്. +2 സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തപ്പോണ്ട് എന്താണ് കാർട്ടസ് വ്യവസ്ഥ, ആ കാർട്ടസ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്താണ്, ഇതൊരു പാസ്സാണ്. അതായത് ഇന്ത്യൻ സമുദ്രാധിപത്യത്തിന് വേണ്ടി ഓരോ കപ്പലുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന കപ്പലുകൾ ഇങ്ങോട്ട് വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് വ്യാപാരത്തിന് വേണ്ടിയായിരിക്കും കപ്പൽ വരുന്നത്. അപ്പൊ പോർച്ചുഗീസുകാർ കൊടുക്കുന്ന ഈ പറയുന്ന എന്ത് കാർട്ടസ് എന്നറിയപ്പെടുന്ന പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ആധിപത്യവുമായി ബന്ധപ്പെട്ട കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കത്തുള്ളൂ. അതാണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സമുദ്രാധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? അത് പോർച്ചുഗലാണ്. അപ്പൊ അതും ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ്. അതും ശരിയാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരല്ല? അൽമേഡയല്ല. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരമായി നിങ്ങൾ എഴുതേണ്ടത് അതാരാണ്? അത് വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമയുടെ പേരിൽ നഗരമുള്ള ഇന്ത്യയിലെ പ്രദേശം അത് ഗോവയാണെന്ന് ഓർത്തു വെക്കണം. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയുമായി ബന്ധപ്പെട്ട വസ്തുത പഠിക്കണം. അൽബുക്കർക്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഈ PDF അഡീഷണൽ ആയി കൊടുത്തേക്കുന്ന വസ്തുത പഠിക്കണം. വാസ്കോ ഡ ഗാമ സെന്റ് ഗബ്രിയേലുമായി ബന്ധപ്പെട്ട വസ്തുത പഠിക്കണം. അതായത് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയ കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്നാണ്. 3 തവണ വരുന്നുണ്ട്. അത് വളരെ വ്യക്തമായി പഠിക്കണം. അപ്പൊ കാർട്ടസ് വ്യവസ്ഥ എന്താണ്? പോർച്ചുഗലാണ് ഈ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് കൂടി വായിക്കുമ്പോൾ അത് ആ ഒരു ഏരിയ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ തീർത്തു പോകാൻ പറ്റും. അടുത്തത്, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര് എന്നാണ് ചോദ്യം. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരെന്നാ ചോദ്യം. ഉത്തരമായി നിങ്ങൾ എഴുതുന്നത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. അപ്പൊ നമുക്ക് വേണ്ടത് കോഴിക്കോട് സാമൂതിരിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കും. കോഴിക്കോട് സാമൂതിരിയുടെ സൈനിക പടയുടെ തലവന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെയാണ് കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്നത്. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് എന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ മരയ്ക്കാർ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ് മരയ്ക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചാലിയൻകോട്ട തകർത്തതാരെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നും മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ വിശേഷണമുള്ള ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സമുദ്ര നേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് കുഞ്ഞാലി നാലാമനാണ്. ഇനി ഫത്തുഹുൽ മുബീൻ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്. ഫത്തുഹുൽ മുബീനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫത്തുഹുൽ മുബീൻ എന്ന പുസ്തകം എഴുതിയത് ഖാസി മുഹമ്മദാണ്. ഫത്തുഹുൽ മുബീൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് ഖാസി മുഹമ്മദാണ്. അതൊന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിച്ചു വെച്ചേക്കണം. അടുത്തത്, പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. വേറെ ഒന്നുമില്ല, പ്രതിഫലമില്ലാതെ ലോകരാജ്യങ്ങളിലെല്ലാം ഈ പറയുന്ന പ്രതിഫലമില്ലാതെ നിർബന്ധമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൽ തിരുവിതാംകൂറിൽ അതിനെ അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ അത് ഊഴിയം വേലയാണ്. ഈ ഊഴിയം വേലയ്ക്കെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകന്റെ പേര് വൈകുണ്ഠസ്വാമികൾ എന്നാണ്. വൈകുണ്ഠസ്വാമികൾ പറഞ്ഞ വാക്യം ഇതാണ്: വേല ചെയ്താൽ
കൂലി കിട്ടണം. അപ്പോൾ പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേര് കോർവി എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. യൂറോപ്പിൽ അതിനെ അറിയപ്പെടുന്ന പേര് കോർവി, ഇന്ത്യയിൽ അതിനെ അറിയപ്പെടുന്ന പേര് വിഷ്ടി, തിരുവിതാംകൂറിൽ അതിനെ അറിയപ്പെടുന്ന പേര് ഊഴിയംവേല, വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും അതിനെ അറിയപ്പെടുന്ന പേരെന്താണ്? അത് വല്ലിപ്പണി എന്നാണ്. അപ്പോൾ ഊഴിയംവേലയാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് വരേണ്ടത്. വല്ലിപ്പണി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും ആദ്യകാലത്ത് നിലനിന്നിരുന്ന അടിമ സമ്പ്രദായത്തിന്റെ പേരാണ് വല്ലിപ്പണി. ഈ വല്ലിപ്പണിക്കെതിരെ 1961 അമരാവതി സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം നടത്തിയത് AK ഗോപാലനാണ്. ഒന്ന് ഓർത്തു വെക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേര് കോർവി എന്നാണ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് വിഷ്ടി എന്നാണ്, വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും അറിയപ്പെടുന്ന പേര് വല്ലിപ്പണി എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. ഇടുക്കിയാണ്. രണ്ടാം സ്ഥാനം പാലക്കാട്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏത് എന്നാണ് ചോദ്യം. നമ്മൾ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് അങ്ങ് പോവുകയാണ്. ഉത്തരം മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാർ. മലബാറുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാറാണെന്ന് ഓർത്തു വെക്കണം. വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് മലബാറാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാ. ഇനി മലബാറുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്, 1930 നിയമലംഘന സമരം എന്നറിയപ്പെടുന്ന ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രം എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. അതുമായി ബന്ധപ്പെട്ട വസ്തുതകളൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോളാം. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏതാണ്? അത് മലബാറാണ്. മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശം പഠിക്കുമ്പം മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് ഒരു കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ഗ്രാമദീപം എന്ന മാസിക സ്ഥാപിച്ചത് പോലും കെ കേളപ്പനാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് ഈ പറയുന്ന SCERT സ്കൂൾ ടെക്സ്റ്റ് മാറ്റി NCERT സ്കൂൾ ടെക്സ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞു തരുവാണ്. NCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തപ്പോണ്ട് പ്രധാനപ്പെട്ട 6 വർഷങ്ങൾ. അതിലൊന്ന് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശം ടിപ്പു സുൽത്താനിൽ നിന്ന് ആരിലേക്ക്? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന ഉടമ്പടിയാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശം ആർക്ക് ലഭിക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. അടുത്തത് 1800 പ്രത്യേകതയുണ്ട്. മലബാർ മദ്രാസ് സർക്കാരിന് കീഴിലാകുന്നത് 1800. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി, 1800 NCERT സ്കൂൾ ടെക്സ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നത് 1800 മലബാർ മദ്രാസ് സർക്കാരിന് കീഴിലാകുന്നു. 1791 പ്രത്യേകതയുണ്ട്. 1791 കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമാകുന്നത്. 1791 കൊച്ചി ആരുടെ? ഇംഗ്ലീഷുകാരുടെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വെള്ളക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി പ്രഖ്യാപിക്കുന്നത് 1791. 1800 പ്രത്യേകത, കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലാവും. അപ്പം മദ്രാസ് നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. പുതുച്ചേരി നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് അല്ലെങ്കിൽ ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. 1800 പ്രത്യേകത, കൊച്ചി എന്ത് ചെയ്യുന്നു? മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലാകും. അടുത്തത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട വർഷം. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്ന വർഷം 1795 വളരെ വ്യക്തമായി പഠിച്ചു പോകണം. 1805 ഒരു പ്രത്യേകതയുണ്ട്. 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യരാജ്യമായി മാറും. 6 പ്രധാനപ്പെട്ട വർഷങ്ങൾ. ഒന്ന് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. അതായത് ടിപ്പു സുൽത്താന്റെ കൈവശം ഉണ്ടായിരുന്ന മലബാർ പ്രദേശം ആർക്ക് വിട്ടുകൊടുക്കാൻ നിർബന്ധമാകും? ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. 1800 മലബാർ മദ്രാസ് സർക്കാരിന് കീഴിലാവും. 1791 കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായിട്ട് മാറും. 1800 പ്രത്യേകത, കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലാകും. പിന്നീട് നമ്മൾ പറഞ്ഞത് 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു. 1805 പ്രത്യേകത, തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യ രാജ്യമായി മാറി. വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചേ മതിയാകൂ. അടുത്തത്, മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏത്? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫാക്റ്റ് ആണ്.
അപ്പൊ ഇത് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നൊക്കെയാണല്ലോ ചോദ്യം. ഓപ്ഷൻ എ നോക്കിയാണെങ്കിൽ ഒന്നാമത്തെ പ്രസ്താവന ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. നിങ്ങൾ തന്നെ പറ, ശരിയാണോ തെറ്റാണോ? ശരിയാ, ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാകുന്നത്. അത് ശരിയാണ്. കാനിങ് പ്രഭുവിന്റെ തീരുമാനം അനുസരിച്ച് എന്ന് കൊടുത്തപ്പോൾ തെറ്റാണ്. കാനിങ് പ്രഭു ഒന്നും ഇതിനകത്ത് ഇടപെടുന്നേ ഇല്ല. അടുത്ത മൂന്നാമത്തത് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്നാണ് ഈ ബ്രിട്ടീഷുകാരും പറയുന്ന ടിപ്പു സുൽത്താനും തമ്മിൽ ഏത് ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്? ഈ പറയുന്ന ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ വസ്തുതയും മൂന്നാമത്തെ വസ്തുതയും ശരിയാണ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യത്തിന് മരം നടുകയും ജാക്കോബിയൻ ക്ലബിൽ അംഗമാകുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയുടെ പേര് ടിപ്പു സുൽത്താൻ ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ SCERT നിങ്ങൾ പഠിക്കുവാണെങ്കിൽ SCERTയിലെ ബോക്സുകൾ ഓരോ കോളത്തിൽ കൊടുത്തേക്കുന്ന വസ്തുതയാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇനി ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന സാധ്യതകൾ ഉപയോഗിച്ച് ബോക്സിൽ കൊടുക്കാത്ത കണ്ടന്റ് വന്നാലും നിങ്ങൾ എഴുതാൻ പറ്റണം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് സ്കൂൾ ടെക്സ്റ്റ് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ വീതം ഒരു തവണ വായിക്കുക. അതിനുശേഷം ബോക്സിൽ കൊടുത്തേക്കുന്ന ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ ആശയത്തിന്റെയോ ഏതെങ്കിലും പടം സഹിതം കൊടുത്തേപ്പോഴുണ്ടെങ്കിൽ അത് ഉറപ്പായും പഠിക്കണം. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് വരും. അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോ ഫ്രാൻസിസ് ആണ്. ശരിയാണ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അതും ശരിയാണ്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അതും ശരിയാണ്. ഓപ്ഷൻ ഡിയിലേക്ക് നിന്ന് LMSന്റെ പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു. തെറ്റാണ്. LMSന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട മിഷണറികളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് LMS, മറ്റൊന്ന് CMS, മറ്റൊന്ന് BEM. അപ്പൊ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. LMSന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലാണ്. അപ്പം ഓരോ പ്രദേശത്ത്, കേരളത്തിലെ 3 പ്രദേശം നമ്മൾ പഠിക്കും. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ഈ 3 പ്രദേശത്തിന്റെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മിഷണറികളുടെ പേരാ ഒന്നാമത് ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലെങ്കിൽ LMS പ്രവർത്തിച്ചത് തിരുവിതാംകൂറിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ്. അടുത്ത രണ്ടാമത്തത് CMS പ്രവർത്തിക്കുന്നത് കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെയും വിദ്യാഭ്യാസ പുരോഗതിക്കാണ്. അതിൽ CMS കേരള PSC വാല്യൂ ചെയ്തിട്ടുള്ളത് കൊച്ചിയാണ്. രണ്ടും ടിക്ക് ചെയ്യുന്നില്ല, ഒന്ന് മാത്രമേ ടിക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം അത് കേരള PSCയുടെ PYQ ആണ്. അതിൽ വാല്യൂ ചെയ്തേക്കുന്നത് കൊച്ചിയാണ്. അപ്പൊ CMSന്റെ പ്രവർത്തന മേഖല 2 പ്രവർത്തന മേഖലയുണ്ട്. കൊച്ചിയുണ്ട്, തിരുവിതാംകൂറും ഉണ്ട്. 2 ഓപ്ഷനകത്തുണ്ടെങ്കിൽ അതിന്റെ ലോജിക്ക് ഇതാണ്. കൊച്ചി ഉത്തരമായിട്ട് കേരള PSC വാല്യൂ ചെയ്യും. BEM എന്ന് പറഞ്ഞാൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ്. ഈ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറിലാണ്. അപ്പൊ മലബാറിന്റെ പ്രത്യേകത പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം മലബാറാണ്. മലബാറിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വിദ്യാഭ്യാസ മിഷണറിയുടെ പേര് എന്താണ്? അത് BEM എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. പിന്നീട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ് ജെസ്യൂട്ട് മിഷണറിമാർ. ഒന്ന് വായിച്ച് വെച്ചേക്കണം. പിന്നീട് മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോ ഫ്രാൻസിസ് ആണ് എന്ന വസ്തുത ഓർക്കണം. സംക്ഷേപ വേദാർത്ഥം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് എഴുതിയത് ക്ലമന്റ് പിയാനോസ് ആണ്. അതൊന്ന് ഓർത്തു വെക്കണേ. മലയാളത്തിൽ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരും ചോദിച്ചാൽ അത് അർണോസ് പാതിരിയാണ്. നമ്മളെ കുഴപ്പിച്ച് കളയും. മലയാളത്തിൽ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടും മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയുമാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് അത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഈ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഉണ്ട്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലിയും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടുമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി പറയുന്നത്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കി മാറ്റിയ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായി ആണ്. 1862 മലബാർ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിക്കുന്നത്. LMS സംഘത്തിലെ പ്രധാനി, അതായത് ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്നറിയപ്പെടുന്ന സംഘത്തിലെ പ്രധാനി ആരെന്ന് ചോദിച്ചാൽ അത് റവറൻഡ് മീഡാണ്. 1818 മട്ടാഞ്ചേരിയിൽ വിദ്യാലയ കേന്ദ്രം ആരംഭിച്ചത് ഡൗസൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇനി ടിങ്കിൾ ടോബ് എന്നറിയപ്പെടുന്ന വില്യം ടിങ്കിൾ ടോബിനെ പറ്റി ഒന്ന് ഓർത്തു വെക്കണം. നാഗർകോവിൽ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് സാൽവേഷൻ ആർമി വിഭാഗത്തിലെ പ്രധാനപ്പെട്ട മിഷണറിയാണ് ആര്?
ടിങ്കിൾ ടോബ് എന്ന് പറയുന്നത്. അപ്പോൾ തിരുവിതാംകൂർ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മാറ്റം ഉണ്ടായതെന്ന് പറയുകയാണ്. അതിൽ ആദ്യത്തെ വസ്തുത വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1817 പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന വസ്തുക്കളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് ചോദ്യം. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. ശരിയാണ്. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നത്. 788 ശങ്കരാചാര്യർ ജനിക്കുന്നു. അതും ശരിയാണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ശങ്കരാചാര്യർ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജനിക്കുന്നത് 788 അടുത്തത് 1553 കൂനൻ കുരിശ് സത്യം. തെറ്റാണ്. ദെൻ ഓപ്ഷൻ ഡിയിലേക്ക് വരുന്നു. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസീരിസ് തുറമുഖം അപ്രത്യക്ഷമാകുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. അത് ശരിയാണ്. അപ്പൊ ഇതിനകത്ത് എയും ബിയും ഡിയും, അതായത് എ ഓപ്ഷനായ 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു, 788 ശങ്കരാചാര്യർ ജനിച്ചു, 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസീരിസ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിന്റെ ആദ്യകാല പേരാണ് മുസീരിസ് തുറമുഖം അപ്രത്യക്ഷമാകുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് എ ഓപ്ഷൻ ശരിയാണ്, ബി ഓപ്ഷൻ ശരിയാണ്, ഡി ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ ബാക്കിയുള്ള കണ്ടന്റിലേക്ക് വരണം. ഈ പറയുന്ന നമ്മൾ ഈ കൂനൻ കുരിശ് സത്യം എന്നറിയപ്പെടുന്ന കണ്ടന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ പഠിക്കണം. ഒന്ന്, ഉദയം പേരൂർ സുന്നകദോസിനെ പറ്റി പഠിക്കണം. കൂനൻ കുരിശ് സത്യത്തെ പറ്റിയും പഠിക്കണം. ഉദയം പേരൂർ സുന്നകദോസ് എന്ന് പറഞ്ഞാൽ 1599 ഉദയം പേരൂർ സുന്നകദോസ് ഒപ്പിടുന്നത്. 813 ആളുകൾ പങ്കെടുത്തു. അധ്യക്ഷൻ അലക്സിസ് ഡി മെനസിസ് ആണ്. പറഞ്ഞല്ലോ, നമ്മൾ ഡീറ്റെയിൽ ക്ലാസ് അല്ല, മാക്സിമം PYQ ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ PYQ റിലേറ്റഡ് ഫാക്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് ആയിട്ടല്ലാതെ ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്തെടുക്കും. നമുക്ക് 10th ലെവൽ പ്രിലിംസ് കഴിഞ്ഞാൽ 10th ലെവൽ മെയിൻസ് ഉണ്ട്, സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട്, എക്സൈസ് ഗാർഡ് ഉണ്ട്, വരുന്ന സബ് ഇൻസ്പെക്ടർ പരീക്ഷ ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ എന്നായിക്കോട്ടെ, 12th ലെവൽ എന്നായിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഇതിനെല്ലാ കണ്ടന്റും നമുക്ക് തരണം. ആ കണ്ടന്റ് തരാൻ വേണ്ടിയുള്ള നോട്ട്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് റാൻഡമായിട്ട് തന്നോളാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ PYQ അങ്ങ് തീർക്കുകയാണ്. ഓക്കെ, 1653 കൂനൻ കുരിശ് സത്യം. അതൊന്ന് ഓർത്തു വെക്കുക. കൂനൻ കുരിശ് സത്യം നടക്കുന്ന വർഷം 1653. ഈ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രഞ്ച് വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് മരം നടുകയും ജാക്കോബിയൻ ക്ലബിൽ അംഗമാകുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനായി അറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ശങ്കരാചാര്യരെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം ഹിന്ദു മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹിന്ദു മതത്തിലെ എല്ലാ ഭാരതീയ ദർശനങ്ങളും പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദർശനമായ അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യന്റെ ജീവിത കാലഘട്ടം 788 820 ഈ കാലഘട്ടം ഒന്ന് ഓർത്തു വെക്കുക. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരെയാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ്. എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദർശനം ഏതാണ്? അദ്വൈത ദർശനം. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണോ? അതെ. അഞ്ചുതെങ്ങ് കലാപം നടക്കുന്ന വർഷം 1697 ദെൻ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പം ഈ പറയുന്ന ഒന്നാമത്തെ വസ്തുത, അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. അത് ശരിയാ. 1000 തെങ്ങും ഉണ്ട്, 5 തെങ്ങും ഉണ്ട്. 1000 തെങ്ങ് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? അത് കൊല്ലത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രമാണ് 1000 തെങ്ങ്. ഇന്ത്യയിൽ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അത് ഈ പറയുന്ന 1000 തെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അത് കൊല്ലം ജില്ലയിലാണ്. അഞ്ചുതെങ്ങിന്റെ പ്രത്യേകത, അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. അഞ്ചുതെങ്ങ് കലാപം 1697 അത് ശരിയാണ്. ഈ പറയുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം. ആദ്യ സംഘടിത കലാപമാണ് ഇത്, ആറ്റിങ്ങൽ കലാപം. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ, കൊച്ചിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയ. തെറ്റാണ്.
തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയെന്നാണ് ആൻസറായിട്ട് വരേണ്ടത്. ഉത്തരം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ഏത് കലാപം അടിച്ചമർത്തുന്നത്? ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തുന്നത്. അപ്പൊ ഇന്നേ കാലം വരെ കേരള PSC മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വർഷങ്ങൾ: ഒന്ന് 1684 അഞ്ചുതെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു പണ്ടകശാല അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം തുറക്കുന്നതിനുള്ള അനുമതി അവിടുത്തെ ഭരണാധികാരിയായ ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ റാണി ആർക്ക് കൊടുക്കും? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത് 1684. ഇവിടെ അഞ്ചുതെങ്ങിൽ പണ്ടകശാല സ്ഥാപിച്ചോട്ടെ. 1690 ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട കെട്ടാനുള്ള അനുമതി കൂടി കൊടുക്കുന്നു. അപ്പൊ പണ്ടകശാല കെട്ടാനുള്ള അനുമതി 1684, കോട്ട കെട്ടാനുള്ള അനുമതി 1690. 1695 അഞ്ചുതെങ്ങ് കോട്ട പണിയെടുപ്പിക്കുന്നത്. 1697 അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ കലാപവേദം ചോദിച്ചാൽ അതിനുത്തരം അഞ്ചുതെങ്ങ് കലാപമാണ്. അപ്പം ആറ്റിങ്ങൽ കലാപത്തിന് പ്രത്യേകതയുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. വേണാട് ഉടമ്പടി പ്രകാരമാണ് ആറ്റിങ്ങൽ കലാപം അവസാനിക്കുന്നത്. വേണാട് ഉടമ്പടിയുടെ വർഷം 1723 മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓം എന്നറിയപ്പെടുന്ന ഭരണാധികാരിയുമാണ് ഈ പറയുന്ന വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. ബ്രിട്ടീഷ് കലാപവുമായി ബന്ധപ്പെട്ട വസ്തുതയല്ല നമ്മൾ പറയുന്നത്, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ്. ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ഗിഫോർഡ് എന്നാണ്. ഈ 2021 300-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നേറ്റത്തിന്റെ പേര് ആറ്റിങ്ങൽ കലാപം എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാളാണ്. ശരിയാ? ഇനി പറയുന്ന പഴശ്ശിരാജ എന്നറിയപ്പെടുന്ന കേരളവർമ്മ പഴശ്ശിരാജ ഉണ്ടല്ലോ, കേരള സിംഹം എന്നറിയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ രാജവംശത്തിന്റെ പേര് കോട്ടയം രാജവംശം എന്നാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, കോട്ടയം ജില്ല വേറെ, കോട്ടയം രാജവംശം വേറെ. കോട്ടയം ജില്ലയുമായി യാതൊരു ബന്ധവും കോട്ടയം രാജവംശത്തിനില്ല. കോട്ടയം രാജവംശം എന്ന് പറഞ്ഞാൽ അക്കാലത്തെ മലബാർ പ്രദേശത്തെ ഭാഗമാണ് കോട്ടയം രാജവംശം. അപ്പൊ പഴശ്ശിരാജയുടെ രാജവംശത്തിന്റെ പേര് കോട്ടയം രാജവംശം. ഈ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരാണ്? അത് ഹരിചന്ദ്ര പെരുമാളാണ്. ഈ പറയുന്ന പഴശ്ശിരാജ അറിയപ്പെടുന്ന പേരുകൾ കേരള സിംഹം എന്നാണ്, വീര കേരള സിംഹം എന്നാണ്, പൈച്ചി രാജ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി കേരള സിംഹം എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ളയാണ്. തെറ്റാണ്. കേരള സിംഹം എന്ന നോവൽ എഴുതിയത് സർദാർ KM പണിക്കറാണ്. പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതുമാര് തന്നെ സർദാർ KM പണിക്കറാണ്. അപ്പൊ കേരള സിംഹം എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ള. പുരളിമല സ്ഥിതി ചെയ്യുന്നത്, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കേരള സിംഹം എന്ന നോവൽ എഴുതിയത് ആരല്ല? CV രാമൻ പിള്ളയല്ല. അത് തെറ്റാണ്. കേരള സിംഹം എന്ന നോവൽ എഴുതിയത് ആരാ? അത് സർദാർ KM പണിക്കറാണ്. ഇനി പുരളിമല എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ, ഈ പുരളിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലാണ്. പുരളിമല എന്ന് പറഞ്ഞാൽ പുരളി സെമ്മൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ പഴശ്ശിരാജയാണ്. പുരളിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലാണ്. തലശ്ശേരി അറിയപ്പെടുന്ന പേര് ലാൻഡ് ഓഫ് 3C എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, ലാൻഡ് ഓഫ് 3C എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. പുരളിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലാണ്. ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഉത്തരം C ആണല്ലോ. അതായത് കേരള സിംഹം എന്ന നോവൽ എഴുതിയത് ആരല്ല? ഈ പറയുന്ന CV രാമൻ പിള്ളയല്ല, സർദാർ KM പണിക്കരാണ്. വീരകേരള മഹാകാവ്യം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് പഴശ്ശിരാജയെ പറ്റി. വീരകേരള മഹാകാവ്യം എന്ന പുസ്തകം എഴുതിയത് കൈതക്കൽ ജാതദേവനാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് KKN കുറുപ്പാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് മുണ്ടക്കയം ഗോപിയാണ്. ഇത്രയും വസ്തുതയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിന്റെ PDF നോട്ട് നമ്മൾ റാൻഡമായിട്ട് ഈ പറഞ്ഞ PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്യും. വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷകളിലും ഈ പറഞ്ഞ റിവിഷൻ ക്ലാസ്, ഈ പറയുന്ന PYQ എല്ലാം ആഡ് ചെയ്ത് പഠിച്ചു പോവുക. ഈ പറയുന്ന കണ്ടന്റ് കൂടെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു PDF കൂടി ഇന്ന് തന്നെ ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ ഇടുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ആൻസറുമുള്ള ഒരു PDF കാണും. അതിനോടൊപ്പം തന്നെ 4 PDF കാണും. 4 PDF എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതെടുത്ത് പ്രിന്റ് ഒന്നും എടുത്ത് കളയേണ്ട ആവശ്യമേ ഇല്ല. ഇതെല്ലാം പറഞ്ഞല്ലോ, ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി തരികയാണ്. കാരണം ഇനി തുച്ഛമായ ദിവസമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. നിങ്ങളുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ പെട്ടെന്ന്
നമുക്ക് സമയം അധികമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റിവിഷൻ ചെയ്ത് തീർക്കണം. പിന്നീട് ഈ റിവിഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെൻഡിങ് വെച്ചേക്കുന്ന കുറച്ച് ടോപ്പിക്ക് കാണും. അപ്പോൾ ചിലപ്പോൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി കാണും, നാച്ചുറൽ സയൻസ് കാണും, ഫിസിക്കൽ സയൻസ് കാണും, NCERT കാണും. ഇതെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ എൻ്റെയർ PYQവും അതിൻ്റെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സും തീർത്തു പോവുകയാണ്. വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷയിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ക്ലാസ് കണ്ടന്റ് കുറവാണെന്ന് കരുതി PDF വായിക്കാതിരിക്കരുത്. PDF-ൽ അഡീഷണൽ പോയിന്റ് വരും. 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ആൻസറുമുള്ള PDF അതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ക്ലാസ്സിനോടൊപ്പം തന്നെ ഒരു 4 അഡീഷണൽ PDF കൂടി ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടി കളക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.